ഹലോ ഫ്രണ്ട്സ്, സുഖമല്ലേ? പുറത്ത് കോരിച്ചൊരിയുന്ന മഴയുടെ ശബ്ദം കേട്ടാണ് ഉണർന്നത്. ഒരു നല്ല മഴ കണ്ടിട്ട് എത്ര നാളായി. എന്തായാലും ഇന്ന് തകർത്ത് പെയ്തിട്ടുണ്ട്. പക്ഷേ ചൂടിന് കാര്യമായ മാറ്റം വരുമെന്ന് തോന്നുന്നില്ല. ഇപ്പോഴും ഫാൻ നിർത്തിയാൽ വിയർത്തൊഴുകും. ഈ വർഷം ചൂടല്ലേലും കൂടുതലാണല്ലോ. പിന്നെ എനിക്കാണെങ്കിൽ ഈ ടൈമിൽ ചൂട് അധികമായിരിക്കും. രാവിലെ മഴ നോക്കി നിൽക്കാൻ നല്ല രസമുണ്ട്. മഴയിൽ നനഞ്ഞു കുതിർന്നു നിൽക്കുന്ന മരങ്ങളെ കാണുമ്പോൾ മനസ്സിന് ഒരു കുളിർമ. ഭൂമിയാകെ ഒന്ന് തണുത്തില്ല എങ്കിലും ഒന്ന് ഉണർന്നിട്ടുണ്ട്. മാസങ്ങളായി ദാഹജലമില്ലാതെ ഇടറിയ തൊണ്ട നനഞ്ഞ പോലെ ഒരു ആശ്വാസം കിട്ടിക്കാണും അല്ലേ? പയ്യെ ഇനി കാര്യത്തിലേക്ക് കടക്കാം. ആദ്യം തന്നെ ബെഡൊക്കെ ഒന്ന് സെറ്റാക്കാം. ഇത് രാവിലെ തന്നെ ഒരു ടാസ്ക് പൂർത്തിയാക്കി സാറ്റിസ്ഫാക്ഷൻ തരും. ഇങ്ങനെ മഴ നോക്കിയിരുന്നാൽ ഇവിടെ ഇങ്ങനെ ഇരിക്കാനേ പറ്റുള്ളൂ. നമുക്ക് പോയി മുഖമൊക്കെ കഴുകി ഫ്രഷ് ആകാം. ഹൈഡ്രേഷൻ ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻ ദിസ് ക്ലൈമറ്റ്, അല്ലേ കൂട്ടുകാരെ? ഇനി കുറച്ച് സമയം സെൽഫ് കെയറിനാകാം. കേശങ്ങളെയൊക്കെ ഒന്ന് നന്നായി ചീകി മിനുക്കാം. എന്താ ഒരു കാവ്യഭാഷയല്ലേ! ഒട്ടും കുറയ്ക്കണ്ടെന്നേ, ഇരിക്കട്ടെ. രാവിലെ തന്നെ കുറച്ചു നേരം മെൻ്റൽ പീസിന് കൊടുക്കണം. ഫിസിക്കൽ ഹെൽത്ത് ആൻഡ് ബ്യൂട്ടിയെ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മെൻ്റൽ ഹെൽത്തും. അതിനായി നമ്മൾ ഇടയ്ക്ക് നമ്മളിലേക്ക് തന്നെ നോക്കണം. അതിലൂടെ മാത്രമല്ലേ നമുക്ക് വളരാനാകൂ. സ്വയം അറിഞ്ഞാലേ സ്വയം മുന്നേറാൻ കഴിയൂ. ഇത് മോർ പീസ്ഫുൾ മൈൻഡ് ഉണ്ടാവാൻ സഹായിക്കുന്നു. ഇനി പുറത്തിറങ്ങി ബ്രഷ് ചെയ്യാം. ഇങ്ങനെ രാവിലെ തന്നെ പുറത്തിറങ്ങി ചുറ്റുപാടുമൊക്കെ നോക്കുന്നത് മനസ്സിലെ ആകുലതകളെ പമ്പകടത്താൻ നല്ലതാണ്. മൈൻഡ് കാം ആൻഡ് ക്വയറ്റാകും. കളങ്കമില്ലാത്ത പ്രകൃതി പോലെ നമ്മളും കറയേറ്റതാകും. നാച്ചർ ഈസ് ദ ബെസ്റ്റ് ഹീലർ ഓഫ് മൈൻഡ് എന്നാണല്ലോ അല്ലേ? പ്രകൃതി നമ്മെ എന്തെല്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഒരു കൊച്ച് 7ാം ക്ലാസ്സുകാരി അന്നെഴുതിയത് ഓർക്കുന്നു. കാറ്റത്ത് ചായുന്ന മരങ്ങളെ കണ്ട് നമുക്ക് ബഹുമാനം എന്തെന്ന് പഠിക്കാം. ഇനി തള്ളൊക്കെ നിർത്തി മുട്ടയൊക്കെ കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇതാ ഒരാളുടെ വരവ്. ആ ഉരുണ്ടു വരുന്ന 2 കണ്ണുകൾ കണ്ടോ? അതിൻ്റെ ക്യാമറ കണ്ടുള്ള ഞെട്ടല. ഞാൻ ഇങ്ങനെയൊരു ചാനൽ തുടങ്ങിയത് ആരും അറിഞ്ഞിട്ടില്ല. അപ്പോൾ പ്രതീക്ഷിക്കാതെ ഒരു സ്റ്റാൻഡും മൊബൈലും ഒക്കെ കണ്ടതിൻ്റെ അമ്പരപ്പ. എന്തായാലും കണ്ടതല്ലേ, സത്യം പറഞ്ഞേക്കാം എന്ന് കരുതി. എന്നിട്ട് എന്തായി? പവനായി ശവമായി. അവൾ വിശ്വസിക്കുന്നില്ല. പിന്നെ കരുതി അങ്ങനെ തന്നെ ഇരിക്കട്ടെ, ഞാൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ടല്ലോ. അങ്ങനല്ലേ ദാസ? ഇനി ഇതൊക്കെ ഒന്ന് അകത്താക്കട്ടെ. 2 മുട്ടയും ഇന്നലെ സോക്ക് ചെയ്ത് വെച്ച ബദാമും വാൾനട്ടും, പിന്നെ ഒരു ഗ്ലാസ് പാലും. ഈ മുട്ട 2ആക്കി കുരുമുളക് വിതറിയ സംഗതി സൂപ്പറാ. രാവിലെ തന്നെ പ്രോട്ടീനും കാൽസ്യവും ഫൈബറും ഫാറ്റും മിനറൽസും പോരെങ്കിൽ വാൾനട്ടിൽ നിന്ന് ഒമേഗയും ആൻറ്റി ഓക്സിഡൻറ്റും. ഇനി എന്ത് വേണം? അപ്പോൾ ന്യൂട്രിയൻസ് ഒക്കെ നിറച്ച സ്ഥിതിക്ക് ഇനി കുറച്ച് നടത്തമാകാം. നടന്നു കഴിയുമ്പോഴേക്കും മെയിൻ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാകും. അങ്ങനെ ഒരു കുട്ടി മോർണിംഗ് ഇവിടെ കഴിഞ്ഞു. കൂടുതൽ അലങ്കോലങ്ങളൊന്നുമില്ലാത്ത ഒരു സ്ലോ മോർണിംഗ് ആയിരുന്നു. നിങ്ങളുടേതും ഇതുപോലെ പീസ്ഫുൾ സ്റ്റാർട്ടിംഗ് ആണോ? എല്ലാവരുടെയും മോർണിംഗ് ഇതുപോലെ മിനിമൽ ആയിരിക്കില്ലല്ലോ. അപ്പോൾ തലേന്നേ ഒന്ന് പ്ലാൻ ചെയ്താൽ നമുക്ക് റഷൊന്നുമില്ലാതെ എല്ലാം ചെയ്യാം. മോർണിംഗ് എത്രത്തോളം പീസ്ഫുൾ ആണോ ആ ഡേ അത്രയും പ്രൊഡക്റ്റീവ് ആകും. അതർവൈസ് നമ്മൾ രാവിലെ തന്നെ ടയേർഡാകും. അങ്ങനെയല്ലേ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അഭിപ്രായങ്ങൾ കുറിക്കണേ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും റെഡിയായി. അപ്പോൾ ശരി, വീണ്ടും കാണാം.